നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 2 ടൈപ്പ് സാരീസ് മാത്രമേ കാണിക്കുന്നത്. ചുരിദാർ സെറ്റ് കാണിക്കണമെന്ന് വിചാരിച്ചു, ഇന്ന് കാണിക്കുന്നില്ല. സാരീസ് കാണിച്ചു തരാം. നല്ല സാരീസാണ്. ഒത്തിരി നമ്മളിതിൻ്റെ പല മോഡൽസ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് പുതിയത് സ്റ്റോക്ക് വന്നിട്ടുമുണ്ട്. ഇതിപ്പം മഡ്ക ടെസറിൻ്റെ സ്റ്റഫിലാണ് വരുന്നത്. റേറ്റ് അത്യാവശ്യമുള്ള സാരിയാണ്. അത്യാവശ്യം ഭയങ്കര റേറ്റൊന്നുമില്ല, ഓവർ റേറ്റൊന്നുമില്ല. ഇതാണ് മുന്താണിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരിയാണ്. ഇത് ഫുള്ളി ഹാൻഡ് വർക്ക്ഡാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫുള്ളി ഹാൻഡ് വർക്ക്ഡാണ്. കാന്താ വർക്കും ഹാൻഡ് വർക്കും ചെയ്തിരിക്കുക. നല്ല രസമാണ്. അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറെടുപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, ആ ഒരു ഹാൻഡ് വർക്കിനാണ് ഭംഗി. ത്രെഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. മഡ്ക ടെസറാണ് സ്റ്റഫ്. മുന്താണി ഇങ്ങനെ വരും. ബോഡി കണ്ടോ ഇങ്ങനെ വരും. പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ, ഒരു ചെറിയ ഫങ്ഷൻ ടച്ച് കിട്ടാനായിട്ട് ചെറിയ ഒരു ഗോൾഡൻ സെറി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ക്രീമിഷ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സെറിയും കൂടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോർഡറായിട്ട് എന്താ പറയുക, കാന്താ ബോർഡറും കൂടെ കൊടുത്തിട്ട് ബ്ലൗസ് വന്നിട്ട് ഇത് വരും. ബ്ലൗസ് ഇത് കണ്ടോ ബ്ലൗസാണ്. ഇത് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനാണ്. ഇത് ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുക. കയ്യിൽ ഇങ്ങനെ വരും. കണ്ടോ, നല്ല രസം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് മാക്സിമം നല്ല പണിയെടുത്ത് ചെയ്തിരിക്കുന്നതാണ്. എല്ലാത്തിലും ഉപരി സോഫ്റ്റ് മഡ്ക ടെസർ. മഡ്ക ടെസർ എന്ന് പറഞ്ഞാലും അതിനകത്തുണ്ടല്ലോ പല സ്റ്റഫിൽ വരും. കട്ടി കൂടിയത് വരും, ഇങ്ങനെ പേപ്പർ പോലെ നിൽക്കുന്ന വരും. ഇത് നല്ല സോഫ്റ്റാണ്, പക്ഷേ ടെസറിൻ്റെ എല്ലാ ഫീലും കിട്ടും. എല്ലാ മെറ്റീരിയലിനും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാ മെറ്റീരിയലിനും സ്റ്റഫ് കോട്ടൺ ആണെങ്കിൽ പോയി ഇപ്പം നിസ്സാരം നമുക്ക് ഏറ്റവും മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ തന്നെ എന്തേലും ഇതുണ്ട്. മൽക്കോട്ടൺ ഉണ്ട്. മൽക്കോട്ടൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഭയങ്കര ചീട്ടി തുണി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. അങ്ങനെ ഭയങ്കര ഒട്ടിക്കിടക്കുന്ന കോട്ടൺ ഉണ്ട്. പിന്നെ നല്ല കനമുള്ള കോട്ടൺ ഉണ്ട്. എന്നാ സെഞ്ചുറി കോട്ടൺ എന്നൊക്കെ ആയിരുന്നു പണ്ടൊക്കെ അതിന് പറയുന്നത്. അത് കട്ടി, അതിനൊന്നും ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കോട്ടൺസ് ഉണ്ട്. കലങ്കാരി കോട്ടൺ വരുമ്പോൾ അത് വേറൊരു മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ഇത്. ഇങ്ങനെ ഇരിക്കുമ്പോഴല്ല ഇതിന് ഭംഗി. ഞാൻ എടുത്ത് പറയും, ഇങ്ങനെ ഇരിക്കുമ്പോഴല്ല ഇതിന് ഭംഗി. ഇത് ഉടുത്ത് കഴിയുമ്പോഴാണ് ഭംഗി. മടക്കി വെച്ചേക്കുന്ന കണ്ട അറിയാവുന്നവർക്കറിയാം നല്ല വിലയുള്ള സാരിയാന്ന്. മടക്കി വെച്ചാലും ഉടുത്ത് കണ്ടാലും അറിയാം. നല്ല രസമാണ്. രസം മുഴുവൻ ഇവിടാണ് സാറേ. പിന്നെ അതിൻ്റെ ഒരു ബ്ലൗസ് ആ സെയിം അത്രയും വർക്ക് ചെയ്ത ബ്ലൗസ് ഉള്ളപ്പം ആ ബ്ലൗസ് ഇടുന്നത് നല്ലതാണ്. പിന്നെ ഒരു പിങ്ക് ബ്ലൗസ് വേണമെങ്കിൽ പിങ്കോ ഇതിനകത്ത് ഇഷ്ടമുള്ള കളർ, മൾട്ടി കളേഴ്സ് അതിനകത്ത് ചെയ്തിരിക്കുന്ന മുഴുവൻ. അങ്ങനത്തെ കളേഴ്സ് ബ്ലൗസും ചെയ്യാം. കണ്ണ് കാണത്തില്ലാത്തടത്ത് വരുന്നത് സ്ക്രീനിലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനേലും വരെ നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഈ വർക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 സാരീസ്. അതെന്നാന്ന് വെച്ചാൽ നിങ്ങളിപ്പം മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ മനസ്സിലാകത്തുള്ളൂ ഇതിന് വ്യത്യാസം എന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും കണ്ണിൽ പിടിച്ചെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ഇത് അടുത്തത്. ഇവിടുത്തെ ഈ കളറിലുള്ള വ്യത്യാസം, പൂവിൻ്റെ ഡിസൈൻ കൊടുത്തേക്കുന്നതിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നതിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ വ്യത്യാസങ്ങൾ, മൈന്യൂട്ട്. ബാക്കി വില, മെറ്റീരിയൽ, സ്റ്റഫ്, കളറ് എല്ലാം സെയിം. ഇവിടുത്തെ കളർ കോമ്പിനേഷൻസിൽ കുറച്ച് വ്യത്യാസം. ഇതിനകത്ത് കാണുന്ന കളറിൽ കൂടുതൽ എടുത്ത് നിൽക്കുന്ന ലാവണ്ടർ ഷെയ്ഡാണ്. ബാക്കി എല്ലാം സെയിമാണ്. ബ്ലൗസ് കാണിക്കണോ? ചിലർക്ക് ബ്ലൗസ് കാണണം, അതൊരു വലിയൊരു ഇതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ബ്ലൗസ് കാണണമല്ലോ. ബ്ലൗസ് ഒരു മെയിൻ സാധനം തന്നെയാണല്ലോ. ഇത് വരും ബോഡി കണ്ടോ, ഇങ്ങനെ വരും ബോഡി. ബ്ലൗസ് ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് ബ്ലൗസിന് മറ്റേ ബ്ലൗസുമായിട്ട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കളർ ഈ നൂല് പോയേക്കുന്ന നൂലിൻ്റെ കളറിലുള്ള വ്യത്യാസമില്ല. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബ്ലൗസിൻ്റെ. എല്ലാ സാരിയുടെയും ബ്ലൗസിൻ്റെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. നല്ല സ്റ്റാൻഡേർഡാണ് സാരിയുടെ സ്റ്റഫ്. നല്ല വില പിടിപ്പുള്ള സാരികളുടെ അതേ ഒരു ഇതാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ പറയുക ഞാനാണെങ്കിൽ ഇതിനിപ്പോൾ ഓർണമെൻറ്റ്സ് ഇടുന്ന ലൈറ്റിനെ കഴിഞ്ഞും ഒന്നുകിൽ ഈ ഒരു മറ്റേ ഇതിനൊരു പേര് പറയല്ലോ, എന്തോ പേളാ മറന്നുപോയി. അല്ലെങ്കിലും അങ്ങനത്തെ പേള് ഉള്ള നല്ല അത്യാവശ്യം മുഴുത്ത മുത്തുള്ള പേളുമാല ഇടും. അല്ലെങ്കിൽ ഇതിന് ചേരുന്നുണ്ടല്ലോ
എൻ്റെ നോട്ടം കേട്ടോ ഞാൻ പറയുന്നത്. ഡാർക്ക് കളറുള്ള നല്ല ഡാർക്ക്, ഇത് ലൈറ്റ് അല്ലേ, അപ്പോൾ ഡാർക്ക് കളറുള്ള പേളുമാലയോ ഓർണമെൻറ്റ്സ്, ഇപ്പോൾ കല്ലോ മുത്തോ എന്തായാലും അങ്ങനത്തെ ഇടുവാണെങ്കിലും ഒരു വെറൈറ്റി ലുക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുക. ബ്ലൗസ് അതാണെങ്കിൽ ബ്ലൗസ് നമ്മൾ വേറെ ഇടുമല്ലോ, ഇപ്പോൾ പിങ്കൊക്കെ ഇടും. ഇതിൻ്റെ ഡിസൈൻ വേറൊരു ഡിസൈൻ, ഇതിനകത്ത് കൂടുതൽ നിൽക്കുന്ന പിങ്കും പച്ചയാണ്. അല്ല ബാക്കിയെല്ലാം സെയിം, ബ്ലൗസിൻ്റെ എല്ലാം സെയിം ആട്ടോ, വ്യത്യാസമൊന്നുമില്ല, സെയിമാണ്. റേറ്റ് സെയിമാണ്, ബാക്കിയെല്ലാം സെയിമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചോളുക. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അറിഞ്ഞ് ചോദിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ വേറെ ഇതെടുത്തോ, ഒരു വ്യത്യാസവും ഇല്ല, ഞാനതേ പറയുള്ളൂ. പിന്നെ അടുത്ത സാരി ഇപ്പോൾ എപ്പോൾ നോക്കിയാലും വിധിക്ക് നെറ്റ് കോട്ടയേ ഉള്ളൂ എന്ന് ഓർക്കരുത്. നെറ്റ് കോട്ടയ്ക്ക് നമുക്ക് വരുന്ന എൻക്വയറി, നമുക്ക് വരുന്ന ഡിമാൻഡാണ് നമ്മളെ കൊണ്ട് കൂടുതൽ കൊണ്ടുവരിക്കുന്നത്. നെറ്റ് കോട്ട ഇഷ്ടമില്ലാത്തവർ ചോദിക്കും നെറ്റ് കോട്ടയേ ഉള്ളൂ എന്ന്. പക്ഷേ നെറ്റ് കോട്ടയാണ് നമ്മളിങ്ങനെ എല്ലാവരുടെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നെറ്റ് കോട്ട മെജോറിറ്റിക്കും ഇഷ്ടമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ, നെറ്റ് കോട്ടയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത നല്ല സാരിയാണ്. ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വൈറ്റ് കാണിച്ചായിരുന്നു, ബ്ലാക്കും കാണിച്ചു. ഈ എംബ്രോയ്ഡറി അല്ല വേറൊരു ഇതായിരുന്നു, എംബ്രോയ്ഡറിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല ജെറ്റ് ബ്ലാക്കാണ്. ഇതിൻ്റെ ബോഡിയെ നിങ്ങൾ നോക്ക്, ബോഡിയിലും ഒരു ചെറിയ ബൂട്ട ചെയ്തിട്ടുണ്ട്, എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത്. മുന്താണിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, മുന്താണി അങ്ങനെ തന്നെയാണ്. നെക്കോട്ടയുടെ സാരികൾക്കെല്ലാം അങ്ങനെ മുന്താണിയാൽ വളരെ റെയർ ആയിട്ട് എന്തെങ്കിലും വരുള്ളൂ. ഇതിൻ്റെ തന്നെ വൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത്, ബ്ലാക്കും കാണിച്ചായിരുന്നു. പക്ഷെ എംബ്രോയ്ഡറി ഡിസൈൻ വ്യത്യാസമുണ്ട്. ബ്ലൗസ് നല്ല വശമല്ലേ, ഞാൻ കാണിച്ചല്ലേ നല്ല വശം, ഇതാണോ? നല്ല ബ്ലൂ, പിങ്ക്, പൗഡർ ബ്ലൂ, പിങ്ക് എല്ലാം പേസ്റ്റൽ ഷെയ്ഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി. നല്ല സാരി കേട്ടോ, നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. നല്ല ഭംഗി എന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, നല്ല രസമല്ലേ, നല്ല സ്റ്റാൻഡേർഡാണ്. പിന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി എന്തേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ് നെക്കോട്ടയാണ് ഫാബ്രിക്. ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല, ഒരു പ്രോബ്ലം നമുക്ക് വരത്തേയില്ല. വൺ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നവർ നമ്മൾ ബ്ലൗസ് ലൈനിങ് ഇട്ട് നല്ല കട്ടിക്ക് തയ്ച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഇത് ഇനി അതിൻ്റെ കളർ കാണിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചപ്പോൾ എല്ലാവരും കളർ ചോദിച്ചു, കളറുള്ളതുണ്ടോ അതെ, അടുത്ത കളർ പീച്ച്. ഇനി അത് നോക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം സെയിമാണ്. ബ്ലൗസും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഈ എംബ്രോയ്ഡറി വരും, ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ തന്നെ. നല്ലൊരു പീച്ച്, പിങ്ക്, ഇഷ്ടമുള്ള കളർ എടുത്തോ. പിങ്ക്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പം വെള്ളയെ തന്നെ പലത് കാണിച്ചു, അതിൻ്റെ എല്ലാ കളറും എടുത്ത ആൾക്കാരുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ ഭംഗി കണ്ട എടുത്തു പോകും. ഞാനാണേലും എടുക്കും കേട്ടോ, സത്യമായിട്ട് പറയും, ഞാനാണേലും എടുക്കും ഡയറക്റ്റ് കണ്ട, അത്രയ്ക്ക് രസമാണ്. ഇതിപ്പോൾ എല്ലാ കളറും എടുത്തോന്നല്ല ഞാൻ പറയുന്നത്, എടുത്തവരുണ്ട് എന്ന് ഞാൻ പറയാം. ഓരോ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ. ഇതൊരു പേപ്പറാണേ, ഇത് കണ്ടാൽ നിങ്ങൾ ഓർക്കരുതേ വേറെ എന്തോ ഡാമേജ്. ഇത് സ്റ്റിക്കറിൻ്റെ അംശം ഒട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല പിസ്ത ഗ്രീന്, പേസ്റ്റൽ കളേഴ്സ് തന്നെയാണ്. ഇനി അടുത്തത് ലാവണ്ടർ. ഈ ഇത്രയും ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ള സാരി അല്ലേ, അപ്പം ഈ റേറ്റ് ഒരു റേറ്റേ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. സത്യം പറയാം, ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇത് 2 വയസ്സ് സാരി ആയിട്ട് കൊടുത്തിട്ട് നല്ല ഒന്നാന്തര ഒരു ലൈനിങ് കൂടെ വെച്ച് കട്ട് ചെയ്ത് നല്ല ചുരിദാർ ടോപ്പ് ഷോളും ആക്കി എടുക്കാം. ബോട്ടം ഒരു സെപ്പറേറ്റ് വാങ്ങിച്ചാൽ മതി. നമ്മൾ എത്ര സാരി ആയിട്ടാണ് നമ്മൾ ഒത്തിരി ഉടുക്കുമെന്ന് എനിക്ക് വേറെ നല്ല ഉടുക്കുന്നവരുടുക്കും, ഡെയിലി ഇപ്പോൾ ഓഫീസിൽ പോകാനോ ഫംഗ്ഷനോ ഒക്കെ ഉടുക്കാം. ചുരിദാറായിട്ട് ഇടുന്നവർക്ക് വേണമെങ്കിൽ ചുരിദാറായിട്ട് തയ്ക്കാം. കാരണം 5.5 മീറ്ററോളം തുണിയില്ലേ, 5.5 മീറ്ററാണ്. പിന്നെ ബ്ലൗസിൻ്റെ സൈഡിൽ ലൈനിങ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.